അപ്പോൾ ഈ ദിവസം പരിചയപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പാളയം പള്ളിയുടെ ഞങ്ങൾ നിൽക്കുന്ന ഈ പള്ളിയുടെ ഇമാമാണ് VP സുഹൈബ് മൗലവി. സ്വാഗതം. ഇന്നത്തെ ദിവസം പറഞ്ഞറിയിക്കേണ്ടതില്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതാരംഭത്തിൻ്റെ തുടക്കമാണ്. ഇനി അങ്ങോട്ടുള്ള ഒരു മാസക്കാലം അത് ആ വിശ്വാസത്തിൻ്റെ നാളുകളാണ്, പ്രാർത്ഥനയുടെ നാളുകളാണ്. എന്തായിരിക്കും ഈ ഒരു പൊതു ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ട്? തീർച്ചയായിട്ടും ഈ റമദാൻ കാലയളവുകളെ കൂടുതൽ ചൈതന്യവത്താക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. റമദാനിൽ ഒരുപാട് സുഹൃതങ്ങളുടെ പുണ്യങ്ങളുടെ പൂക്കാലം എന്നാണ് റമദാനിനെ പൊതുവെ എല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത്. റമദാനിലൂടെ നിരവധി കാര്യങ്ങൾ ലോകത്ത് വിശ്വാസി സമൂഹത്തിന് നേടാനുണ്ട്. അതിലൊന്നാമത്തേത് തികഞ്ഞ ദൈവബോധം, ദൈവത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ജാഗ്രത, തഖ്വ എന്നാണ് പറയാ. തഖ്വ നിലനിർത്തുക എന്നുള്ളതാണ്. നോമ്പ് ദൈവം തമ്പുരാൻ അല്ലാഹു നിയമമാക്കിയത് മനുഷ്യർക്ക് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിയമമാക്കിയതുപോലെ വിശ്വാസികളെ നിങ്ങൾക്കും നോമ്പ് നിയമമാക്കിയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തെ കൂടുതൽ ജാഗ്രതയോടുകൂടി, അതുപോലെ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തെ കൂടുതൽ ഭയപ്പാടോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയാണ് നോമ്പ് നിങ്ങൾക്ക് നിയമമാക്കിയത് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഈ തഖ്വ നേടിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പാപമോചനത്തിന് വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകൾ. ആരെങ്കിലും വിശ്വാസദാർഢ്യത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി വ്രതമനുഷ്ഠിക്കുകയാണെങ്കിൽ അയാൾക്ക് സംഭവിച്ചു പോയ തെറ്റുകൾ ജഗന്നിയന്താവ് പുറത്തു കൊടുക്കും. സ്ഖലിതങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ദൈവം തമ്പുരാൻ പുറത്തു കൊടുക്കും നോമ്പിലൂടെ എന്നാണ് പറയുന്നത്. രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അതിലൂടെ സംഭവിച്ചു പോയ തെറ്റുകൾ പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ പാപമോചനമാണ് രണ്ടാമതായിട്ട് വിശ്വാസി സമൂഹത്തിന് നേടിയെടുക്കാനുള്ളത്. മൂന്നാമത്തേത് പരലോകത്തുള്ള വിശ്വാസമാണ് വിശ്വാസത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വശം എന്ന് പറയുന്നത്. ആ നരകമോചനം നേടിയെടുക്കുക. നരകത്തിൽ നിന്ന് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ മോചിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് റമദാന്റെ ഓരോ രാവുകളിലും. അങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ ആ നരകമോചനം നേടിയെടുക്കുന്നവരിൽ അകപ്പെടുവാൻ വേണ്ടി, ഉൾപ്പെടുവാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് റംസാനിലൂടെ ഒരു വിശ്വാസി നേടണമെന്ന് ആഗ്രഹിക്കുന്നതും അതുപോലെ നേടേണ്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അംഗീകാരവും ദൈവത്തിന്റെ സ്നേഹവും ആദരവും നേടിയെടുക്കുക എന്നുള്ളതാണ്. നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഒന്നാമത്തെ സന്തോഷം ആ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് ആ കാരക്കയുടെയും വെള്ളത്തിന്റെയും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെയും ഒക്കെ മുമ്പിലിരിക്കുമ്പോൾ ഏതൊരു നോമ്പുകാരനും വല്ലാത്ത ഒരു ആത്മനിർവൃതി ഉണ്ടാകും, വല്ലാത്തൊരു സന്തോഷമുണ്ടാകും. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ അതിനപ്പുറത്തും വലിയ സന്തോഷമുണ്ട്. അത് ഈ നോമ്പുകാരൻ മരണാനന്തര ജീവിതത്തിൽ ലഭിക്കും എന്ന് ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, വിശ്വസിക്കുന്ന കാര്യമാണ്. അതായത് ജഗന്നിയന്താവായ നാഥനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. റയ്യാൻ കവാടത്തിലൂടെയാണ് നോമ്പെടുത്ത ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഈ ഒരു ലക്ഷ്യങ്ങളോട് കൂടിയെല്ലാം ആത്മചൈതന്യമുള്ള നോമ്പാക്കി നമ്മുടെ എല്ലാവരുടെയും നോമ്പിനെ മാറ്റിയെടുക്കണം. നോമ്പ് ഒരു പരിചയമാണ്. വെറുതെ പട്ടിണി കിടക്കുക എന്നത് മാത്രമല്ല, നീ നോമ്പുകാരനായാൽ നിന്റെ നാവും നിന്റെ കണ്ണും നിന്റെ കാതും നിന്റെ എല്ലാ അവയവങ്ങളും നോമ്പുകാരനാവണം. നീ നിന്റെ പരിചാരകനെ ഉപദ്രവിക്കാൻ പാടില്ല. നീ നിന്റെ കീഴുദ്യോഗസ്ഥന്മാർ ഉപദ്രവിക്കാൻ പാടില്ല. മുഴുവൻ അവയവങ്ങളും നോമ്പുകാരാവുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ചീത്ത വിളിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ചീത്ത വിളിക്കുക എന്നതല്ല, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മസംയമനം പാലിക്കട്ടെ. ഒരാൾ ഇങ്ങോട്ട് ആക്രമിക്കുവാൻ വരികയാണെങ്കിലും ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ആത്മസംയമനം പാലിക്കട്ടെ എന്നാണ്. അങ്ങനെ ആത്മചൈതന്യത്തിന്റെയും ആത്മസംയമനത്തിന്റെയും ക്ഷമയുടേതുമായിട്ടുള്ള കാലയളവായിട്ട് കൂടി ഈ റമദാനെ മനസ്സിലാക്കുവാൻ ഓരോ വിശ്വാസികൾക്കും സാധ്യമാവണം എന്നാണ് പറയാനുള്ളത്. പള്ളിയുടെ ഒരു ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇതൊരു മതമൈത്രിയുടെ ഇടമാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, കാരണം പാളയം എന്ന പ്രദേശത്ത് 3 തരത്തിലുള്ള ദേവാലയങ്ങൾ ആ തരത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ജുമാ മസ്ജിദിൻ്റെ പൊതുരീതി പരിശോധിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഏറ്റവും പ്രധാന ദിവസമായി ഇവിടെ മാറുന്നത്. ഈ നോമ്പ് ദിവസങ്ങളിൽ പള്ളിയിലെ മറ്റ് ചടങ്ങുകൾ, പ്രാർത്ഥന ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തിയത്? വളരെ നല്ല ഒരു ചോദ്യമാണ്. ഈ മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ചുമര്, ഈ ചുമരിന്റെ അപ്പുറത്ത് നമ്മുടെ ഹൈന്ദവ ക്ഷേത്രമാണ്. തൊട്ട് നമ്മൾ എതിർവശത്ത് കാണുന്നത് ക്രൈസ്തവ ദേവാലയമാണ്.
ഇതിനെല്ലാം ഇടയിലാണ് ഈ മഹത്തായിട്ടുള്ള ആരാധനാലയം അതല്ലെങ്കിൽ ദേവാലയം നിലനിൽക്കുന്നത്. ഈ മസ്ജിദിൽ നമുക്കറിയാം എല്ലാ ദിവസവും പ്രാർത്ഥനകളുണ്ട്. വെള്ളിയാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും വിശ്വാസികൾക്ക് 5 നേര പ്രാർത്ഥനകളുണ്ട്. എല്ലാ മസ്ജിദുകളിലും, ഈ മസ്ജിദിൽ മാത്രമല്ല എല്ലാ മസ്ജിദുകളിലും സുബഹ്, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ ഇങ്ങനെ 5 നേര നമസ്കാരമുണ്ട്. എല്ലാ പള്ളികളിലും അത് നിർവഹിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം അതുമുണ്ട്. അതോടൊപ്പം തന്നെ റമളാനിൽ പ്രത്യേകമായിട്ട് തറാവീഹ് നമസ്കാരം എന്ന് പറഞ്ഞ് ദീർഘമായിട്ടുള്ള നമസ്കാരം, ദീർഘമായിട്ടുള്ള ഖുർആൻ പാരായണവും 23 റക്അത്ത് വരെ നീണ്ടുപോകുന്ന ആ നമസ്കാരം, തറാവീഹ് നമസ്കാരം, അതും എല്ലാ പള്ളികളിലും അതുപോലെ തന്നെ പാളയം പള്ളിയിലും അത് വലിയ ജനബാഹുല്യത്തോടു കൂടി തന്നെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ റമളാനിൽ പറയാനുള്ള വേറൊരു സംഗതി, ഉച്ചയ്ക്ക് ളുഹർ നമസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും പ്രഭാഷണം, മതപ്രഭാഷണം, വിജ്ഞാന സദസ്സുണ്ട്. എല്ലാ ദിവസവും വിജ്ഞാന സദസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ളുഹർ നമസ്കാരത്തിന് ശേഷം. അത് ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. റമളാൻ 30 അതല്ലെങ്കിൽ 29 എത്രയാണോ നമുക്ക് ലഭിക്കുന്നത് അതനുസരിച്ച് പൂർണ്ണമായിട്ടും ആ രീതിയിൽ നമുക്ക് ഉച്ചയ്ക്ക് പ്രഭാഷണം, മത വിജ്ഞാന സദസ്സുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ അത്താഴത്തിനുള്ള സൗകര്യം എല്ലാവർക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ അത്താഴത്തിന്, ഇടയത്താഴത്തിനുള്ള അവസരം പാളയം ജുമാ മസ്ജിദിൽ എന്ന് മാത്രമല്ല സമീപത്തെ മറ്റു പള്ളികളിലും എല്ലാം ഉണ്ട് എന്നാണ് അറിവ്. അതുപോലെ തന്നെ നിരവധി സൗകര്യം, നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും, വരുന്ന എല്ലാവർക്കും, അത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാത്രമല്ല സഹോദര സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അവർ വരുമ്പോൾ അവർക്കും നോമ്പ് തുറക്കാനുള്ള സൗകര്യം അതെല്ലാം പള്ളിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ പാളയം പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ്. തിരുവനന്തപുരം നഗരം തലസ്ഥാന നഗരം എന്ന് വെച്ചാൽ ജില്ലയ്ക്ക് പുറത്ത്, സംസ്ഥാനത്തിൻ്റെ മറ്റിടങ്ങളിൽ നിന്നുള്ള നിരവധി പേർ വന്ന് താമസിക്കുന്ന, ജോലി ചെയ്യുന്ന, മറ്റാവശ്യങ്ങൾക്കൊക്കെ വരുന്ന ഇടമാണ്. അപ്പോൾ അത്തരം ആൾക്കാർ കൂടി വരാൻ കഴിയുന്ന ഒരു ഇടമായി ഈ പള്ളിയും പരിസരവും മാറുന്നു എന്നുകൂടിയുണ്ട് അല്ലേ? അതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം. നഗരത്തിലെ പള്ളികൾ അങ്ങനെ ആവണം, എല്ലാവർക്കും എത്തിപ്പെടാനും ജാതിമത വ്യത്യാസമില്ലാതെ, ലിംഗഭേദമില്ലാതെ പ്രവേശിക്കാൻ കഴിയുന്ന പള്ളിയാണ്. അത് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും, സ്ത്രീകൾക്കും നിസ്കരിക്കാൻ, അത് പ്രത്യേകം ഈ കാലത്ത് നമ്മൾ പറയേണ്ടതാണ്. സ്ത്രീകൾക്ക് ജുമാ നമസ്കാരത്തിന്, അതുപോലെ തന്നെ ഈ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈദ്ഗാഹ് നടത്തുമ്പോൾ അവിടെയെല്ലാം സ്ത്രീകൾക്ക് കൂടി അവരുടെ സാന്നിധ്യവും അവരുടെ പങ്കാളിത്തവും, ഈ ഉത്ബോധനം കേൾക്കാനും അതുപോലെ നമസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ പങ്കെടുക്കാനും ഒക്കെയുള്ള അവസരം, ഈ പറഞ്ഞ തറാവീഹ് നമസ്കാരത്തിനും ജുമാ നമസ്കാരത്തിനും സ്ത്രീകൾക്കും പങ്കെടുക്കാനുള്ള അവസരവും സൗകര്യവും ഈ മസ്ജിദിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ മസ്ജിദുമായിട്ട് നിരന്തരമായി ജാതി മത വ്യത്യാസങ്ങളില്ലാതെ ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനിതാ ഓരോ ദിവസവും എന്ന് പറയുന്നത് പോലെ ഇഫ്താർ സംഗമങ്ങൾ, അത് പാളയം ജുമാ മസ്ജിദിലും അതുപോലെ തന്നെ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലുമൊക്കെ അവിടെയൊക്കെ ജാതിമത വ്യത്യാസങ്ങൾ അതീതമായിട്ട്, കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാവരും ഒരുമിച്ച് ഇഫ്താറിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും മതസൗഹാർദ്ദ സംഗമങ്ങളായിട്ട് നമ്മുടെ ഇഫ്താർ വേദികൾ മാറുകയാണ്. എന്തായാലും വളരെ നന്ദി ഈ ദിവസം ഇതിൻ്റെ പ്രാധാന്യം, ഒപ്പം പള്ളിയുടെ പ്രത്യേകതകളൊക്കെ പങ്കുവച്ചതിന്. എന്തായാലും വളരെ നന്ദി ഈ പുണ്യദിനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നത്.